നീ പൂണൂലിട്ടിരുന്നെങ്കിൽ ദീപു നിന്നെ കൂടെ കൂട്ടിയത്. നീലകണ്ഠന്റെ കൂടെ ആയിരുന്നെങ്കിൽ നീ ഈ കുടുംബക്ഷേത്രത്തിന്റെ മേൽശാന്തി ആയിരുന്നേനെ. ആ നിന്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ. ഈ കയ്യിലിരിപ്പിനെ എനിക്ക് തൊടാനും പറ്റും, കേൾക്കാനും പറ്റും. നിങ്ങൾക്ക് ബിൽഡപ്പ് അല്ലേ ഉള്ളൂ, കാണാനും കേൾക്കാനൊന്നും പറ്റില്ലല്ലോ. മതി മതി, അറിവില്ലായ്മ കൊണ്ടാണ്. ഈ വിവരമില്ലാത്തവരോട് ഒന്നും തോന്നരുതേ ഭഗവാനെ. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഫ്ലഷ് അടിക്കാനെന്ന് ഓർമ്മിക്കണേ എന്റെ ഭഗവാനെ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. Octavio Namaha, Octavio, Octavio, Octavio Namaha. രൂപേഷേ, ഓൺലൈൻ മേഡമാണ്. ഓ, ഇങ്ങോട്ട് വരാം. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. കറക്റ്റ്. ശ്രീകുട്ടാ. ഓ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ശ്രീകുട്ടാ, തിരുമേനി എന്നെ വാങ്ങിച്ചോളൂ. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. എന്താ അതിനിപ്പോ എന്താ? ശ്രീകുട്ടാ, ഓ, ആ ചൂലൊന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കി. ചൂലൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനാ, പക്ഷെ ക്ലീനിങ്ങിന് എക്സ്ട്രാ പൈസ ഉണ്ട്. നീ ഇങ്ങനെ ആർത്തി പിടിക്കല്ലേ ശ്രീകുട്ടാ. പിന്നെ ഞാൻ എങ്ങനെ ആർത്തി പിടിക്കണം? നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ബഡ്ജറ്റ് കുറച്ച് ഞാൻ ഈ പൂജയൊക്കെ പിടിക്കുന്നേ. ആണോ? എന്നിട്ടാണോ നിങ്ങൾ എനിക്ക് പകരം വേറെ പരികർമ്മീനെ അന്വേഷിച്ച്? അയ്യേ, ഞാനങ്ങനെ ചെയ്യുവോ? അയ്യോ, ഒരു മിനിറ്റ്. ശ്രീകുട്ട തട്ടിപ്പ പരികർമ്മയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? കാര്യം ഞാനിങ്ങനെ പറഞ്ഞാല് എനിക്ക് നിന്നെ വലിയ ഇഷ്ടാ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ ആ മാഡം തന്ന 500 രൂപ ഞാൻ എടുത്തു. എന്റെ ട്രാവലിൽ കൂട്ടിക്കോ. രൂപ ചേട്ടാപ്പല്ലേ? പവിത്ര, നാളെ 4:30 പോണട്ടാ. സദ്യ എവിടേക്കാ? തൃശ്ശൂര്. ആഹാ, എന്റെ ഒരു ബൈക്ക് ശരിയാക്കി എടുത്തല്ലേ, നന്നായി. 2 ദിവസം കൂടി ഉണ്ടാവും. അപ്പാ സത്യത്തിൽ സദ്യ ഗംഭീരായിരുന്നു. ലേറ്റായി ഒന്നും എല്ലാം കഴിക്കാൻ പറ്റില്ല. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ സദ്യ ഇലയിലല്ലേ കഴിക്കണ്ടേ? സംസാരിക്കുമ്പോ സ്വന്തം പേരിങ്ങനെ പറയുന്നത് വളരെ ബോറാണ് അച്ഛാ. ഹലോ അമ്മ, ഫോണിൽ തന്നെ. വല്യച്ഛൻ എങ്ങനെയുണ്ട്? ഉഷാറാണ്, കാലിന് മാത്രം ചെറിയ വയ്യായിക. എടാ, നിനക്ക് തോർത്തെടുക്കണോ? വേണ്ട, ഞാൻ വിളിച്ചിട്ട് വന്നു. അമ്പലക്കുളത്ത് പോയിട്ട് വരാം. സുന്ദരനല്ല. ചെറിയ മേഡം മൊബൈൽ എന്താ? അനഘയുടെ വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കിയത് എനിക്ക് കാണാൻ പറ്റില്ല. ബ്രേക്കപ്പിന് ശേഷം ബ്ലോക്ക് ചെയ്തോളൂ. എന്തിനാ കാണിക്കണം? ഞാൻ അവളെ ശല്യപ്പെടുത്തൊന്നുമില്ലല്ലോ. എടാ, നമ്മുടെ സെമിയിൽ ഔട്ടായിരുന്നു. കപ്പ ആരടിക്കുന്നതെന്ന് അറിയാലോ. ആ പാമ്പിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നാണമില്ലല്ലോ. രൂപേ, ഓ, നിന്റെ പരിചയത്തിലേ 2-3 മാസം തട്ടിമുട്ടി പോകാൻ പറ്റിയ ജോലി വല്ലതും ഉണ്ടോ? അച്ഛൻ്റെ സെറ്റപ്പിൽ ഒരുപാടുണ്ട്. സദ്യക്ക് വിളമ്പാൻ പോന്നോ? അത് ശരിയല്ലോ. നീ ആളും ബഹളമൊക്കെ ആയിട്ട്. തേങ്ങ ചിലവറിയോ? അല്ലെ കറിക്കറിയാൻ? വേണ്ട. കൈ മുറിഞ്ഞ പിന്നെ ഗിറ്റാർ വായിക്കാൻ പറ്റൂല. എടാ, നിനക്ക് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നൂടെ പരികർമ്മയായിട്ട്? നടക്കില്ല. നീയും ദീപേട്ടനും ഒരുമിച്ച് പ്രോപ്പറായിട്ട് വേദപഠനം കഴിഞ്ഞല്ലേ? നീ പഠിച്ച അത്രയും പോലെ ഇത്രയും കാലമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ നടത്തിക്കൊണ്ട് പോകണില്ലേ? അതൊക്കെ പണ്ടല്ല. എനിക്ക് ഈ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ ജീവനോട് ഉണ്ടാവും നിനക്കല്ല ഉറപ്പുണ്ടോ? അത് ഭാഗ്യം പോലെ ഇരിക്കും. ആ ഭാഗ്യമാണ് എന്തെന്നും കരുതിയാൽ പോരെ. ഇങ്ങോട്ടാ ഒരാഴ്ച തുടങ്ങിയിട്ട് തീയും പുകയൊന്നും കാണുന്നില്ല. എന്തോ കൂടിയായിട്ടാണ്. ഇവിടെയാ ഞാൻ ഉള്ളപ്പോഴാ.